ഞങ്ങൾ വയനാട്ടിലുള്ളത്. ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ചെറിയ ചെറിയ വീടുകളുണ്ട്, പഞ്ചായത്ത് കിട്ടിയ വീടും അല്ലാതെ ഷീറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊക്കെ വളരെ ചോർന്നൊലിച്ചുകൊണ്ട് വയസ്സായ ആളുകളും കുഞ്ഞു കുട്ടികളൊക്കെ വല്ലാത്തൊരു സങ്കടത്തോടെയാണ് ആ വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ അവരാകെ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഇവർ താമസിക്കാൻ ചോർന്ന് നിൽക്കാൻ വയ്യ മക്കളെ ഒരു താർപ്പായ കെട്ടിത്തരുമെന്നോ അല്ലാതെ ഒരു വീട് കെട്ടിത്തരുമെന്നോ അല്ലെങ്കിൽ വാർപ്പിട്ടിരുമെന്നല്ല ചോദിക്കൽ. അപ്പോൾ അവരെ സങ്കടം തീർക്കാൻ ഇതിന് ഞങ്ങൾക്ക് സഹായിച്ച് ഞങ്ങളെ PT ഗ്രൂപ്പ് മങ്കട, അവരൊരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന PT ഗ്രൂപ്പ് മങ്കടയുടെ ഈ നന്മ പ്രശ്നം സ്വീകരിക്കട്ടെ. അവർക്ക് എല്ലാ പ്രതിഫലം അള്ള കൊടുക്കട്ടെ. അവർ ഉമ്മ പടുത്ത് മരണപ്പെട്ടു പോയി. ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും ഉപ്പൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഉമ്മാക്കൊക്കെ പഠിച്ചവന് ഈ മക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഓഹരി ഫുള്ള് റബ്ബ് അവിടെ എത്തിക്കട്ടെ. ജാതി മത വ്യത്യാസമില്ലാത്ത ഒരുപാട് മനുഷ്യർക്ക് സഹായിക്കുന്ന മനുഷ്യസ്നേഹമാണ് ഞങ്ങളുടെ PT ഗ്രൂപ്പ് മങ്കട. ഇതില്ല പല പല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ കൂടെ അവർ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഞങ്ങളുടെ PT ഗ്രൂപ്പിൽ ഓരോ മജീക്കാട്ടെ അല്ലെങ്കിൽ ഇർഷാക്കാട്ടെ സലാംക്കാട്ടെ അങ്ങനെ ഓരോ 5 ഏട്ടന്മാരുണ്ട്, ഒക്കെ എന്നെ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യസ്നേഹമാണ്. ഞങ്ങളെ ബ്ലോക്ക് മെമ്പർ മഹമുട്ടിയാക്കൊക്കെ ഉണ്ട്, മങ്കട ബ്ലോക്ക് മെമ്പർ മഹമുട്ടിയാക്ക ഒക്കെ സജീവുണ്ട്. അജ്മൽക്ക കുവൈത്തിൽ നിന്ന് വന്നാണ്. ഇതിപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഏരിയക്ക് കൊണ്ടുപോകണം. ഇന്നിപ്പോൾ ജുമയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ പോയി കൊല്ലത്ത് നിന്ന് പോകുന്നത് രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളൂ. അത് ഇനി ഇൻഷാ അള്ളാ കെട്ടിക്കൊടുക്കാൻ പോകും. ജുമായിൽ ഞാൻ എല്ലാ വീട്ടിലും കെട്ടിക്കൊടുക്കാൻ ഇൻഷാ അള്ളാ. ഈ റോഡിലാണ് ഞങ്ങൾ വീട്. പാവപ്പെട്ട കുടുംബങ്ങളിൽ ആ റോഡിൽ കുറച്ചുകൊണ്ട് പോകണം. ജുമാരിൻ്റെ ശേഷം ഇൻഷാ അള്ളാ. ഞങ്ങളിന്ന് വയനാട്ടിലാണ്. ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് സാധനമായിട്ട് രാവിലെ പുലർച്ചെ 4 മണിക്കാണ് വയനാട്ടിൽ പോകുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അന്നൂട്ടിയാക്ക CPI ഞങ്ങളൊക്കെ അതേപോലെ ഞങ്ങൾ മങ്കട മണ്ഡലം ബ്ലോക്ക് മെമ്പർ മമ്മൂട്ടിയാക്ക, ഞങ്ങൾ KC കുഞ്ഞിട്ടാക്ക, ഞങ്ങൾ വേങ്ങരയുള്ള സൗദിയിലുള്ള കണ്ട് ഇങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട്. ചോറ് വിളിച്ചിട്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കുഞ്ഞു കുട്ടികളും വയസ്സായാലൊക്കെ കിടന്നുറങ്ങാൻ കഴിയാതെ ഒരമ്മ പറഞ്ഞ് കസാലി ഇന്നിട്ട് വന്ന് ഞാൻ ഉറങ്ങുന്നതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആകെ ഒരു ആവശ്യമുള്ളൊരു ദാർപ്പായാണ്. ഇതിന് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾ മങ്കടയുള്ള PT ഗ്രൂപ്പ് ഇർഷാദും സലാംക്കും മജീക്കും ഒരേട്ടന്മാരൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ കുറേ ഞങ്ങൾ കൂടെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഓരോ മനുഷ്യരും ഇതിലേക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൂട്ടിലങ്ങാടിയിലെ നാസർക്ക, അതേമാതിരി ഞങ്ങൾ സുൽഫിൻ്റെ സുഹൃത്ത് നാസർക്ക, പിന്നെ കരീംക്ക പരപ്പനങ്ങാടിയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഞങ്ങൾ KC വിനിട്ടാക്ക, ഞങ്ങൾ KK അദ്ദുപ്പാക്ക, അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ ഹാരിസ്ക കേശ്ശേരി, ഞങ്ങളെല്ലാവരും കൂടി ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ. ഇതൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഞങ്ങളിപ്പോൾ പുതിയ ദാർപ്പായൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇപ്പം മുകളിലൊക്കെ കെട്ടി വേറെ വീട് കെട്ടിക്കൊടുത്തു. ഇനിയും പരമ്പര മാനന്തവാടി കുറേ കുടുംബങ്ങളുണ്ട്. ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്ലബ്ബുകളും ചാരിറ്റി ചെയ്യുന്ന മനുഷ്യസ്നേഹമുണ്ട്. വയനാട്ടിൽ കൊണ്ടുണ്ടായാലും മാനന്തവാടിക്ക് കാട്ടിക്കുളത്തൊക്കെ ദാർപ്പായൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുടുംബങ്ങളെ കാണാം. ചോർന്ന് വെച്ചിട്ടൊന്നും നന്ദി ഇറങ്ങാൻ കഴിയാത്ത കുഞ്ഞു കുട്ടികളും വയസ്സായാലൊക്കെ വല്ലാത്ത സങ്കടത്തോടെ കഴിഞ്ഞുവിടുന്ന കുടുംബങ്ങളുണ്ട്. അവർ നമ്മളോടൊരു വാർത്ത തരുന്നു, ഒരു വീട് ചെയ്യുന്നല്ലേ ചോദിക്കുന്നത്. ചോർന്നൊലിക്കുന്ന ഈ കൂരിയിൽ ഒരു ദാർപ്പായിട്ട് തരുമെന്നുള്ളതാണ്. പറഞ്ഞില്ല നന്ദി ഉറങ്ങാൻ മനസ്സിലാക്കി കൊടുക്കാൻ ഇൻഷാ അള്ളാ. ഞങ്ങളെ PT ഗ്രൂപ്പിലെ ഇർഷാഖാനിക്കും സലാംഖാനൊക്കെ ഉമ്മ അടുത്ത് മരണപ്പെട്ടു ലോകത്തിലൂടെ പറഞ്ഞു. ആ പൊന്നുമ്മ ഒരുപാട് നല്ല സ്നേഹമുള്ള മനുഷ്യരെ സഹായിക്കുന്ന മക്കൾക്കും ജന്മം കൊടുത്തു. ആ ഉമ്മാന്റെ പരലോകത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെയുള്ള മക്കളെയാണ് അള്ള നമുക്കൂടെ തരം ഭാഗ്യം ചെയ്ത് വളരെ എല്ലാവരും സമ്പാദിച്ച് കൂട്ടാനും കൂടും. നമ്മൾ യാത്ര പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാതെ ഒരു ദിവസം എല്ലാവർക്കും പോകണം. പള്ളിക്കാട്ടിലാർക്കും വ്യത്യാസമില്ലാത്ത കൂടാണ്. അള്ളാന്റെ മുന്നിൽ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കിട്ടണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള പാവങ്ങളെ കാണിച്ചിട്ട് നീ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയുള്ള മറുപടി അവിടെ കൊട്ടാരത്തില്ല. പള്ളിക്കാട്ടിലെ വീട് നിങ്ങൾക്ക് അറിയില്ല. ഇൻഷാ അള്ളാ പ്രശ്നം സ്വീകരിക്കട്ടെ. ഞങ്ങൾ മങ്കടയുള്ള PT ഗ്രൂപ്പിനൊക്കെ എത്ര നന്ദി വേണം തീരില്ല. എന്ത് വിഷമങ്ങൾ ആരും പാവങ്ങൾ പറയുമ്പോൾ സഹായിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരൊപ്പം ഉണ്ടാവും എൻ്റെ കൂടെ. അച്ഛനൊക്കെ പോയതാ? അപ്പം എൻ്റെ കുട്ടികൾ പ്രാർത്ഥിക്കാം. എല്ലാവരും ഉണ്ടായിട്ടാ. ആയിക്കോട്ടെ മക്കളെ.